ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ചീത്ത മണമായിരുന്നു വീട് മൊത്തത്തിൽ. ഇന്നലെ രാത്രി ഞങ്ങൾ പോയിട്ട് അയിലയും മത്തിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അയിലയും മത്തിയൊന്നും ഞങ്ങൾ വാങ്ങിക്കാറില്ല, പക്ഷേങ്കിൽ ഇന്നലെ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞണ്ടുണ്ടോ നോക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ പോയപ്പോഴാണ് ഈ മത്തി അയിലയും കണ്ടപ്പോൾ ഏട്ടന്മാരെ നമുക്കിത് വാങ്ങി, നമ്മൾ ഒത്തിരി നാളായില്ലേ കഴിച്ചിട്ട് എന്ന് അങ്ങനെ വാങ്ങിച്ചതാണേ. അപ്പം അവർ ഈ ഒരു മീൻ വെട്ടുമ്പം ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് പിന്നെ എനിക്കത് കറി വെച്ച് തിന്നുമ്പോൾ എന്തോ അറപ്പൂല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെട്ടിക്കോളാം എന്ന് പറഞ്ഞു, മീൻ മുറിച്ചോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മീനൊക്കെ മുറിച്ച്, പക്ഷേങ്കിൽ ഇവിടെ തണുപ്പായതിനെ കൊണ്ട് നമ്മൾ ജനലൊക്കെ അടച്ച് പൂട്ടിയിരിക്കുന്നതിനെ കൊണ്ട് ഈ ഒരു മീൻ കറി വെച്ച മണവും മീൻ തിളയ്ക്കുമ്പോൾ ഉള്ള മണവും അതേപോലെ പൊരിച്ച മീൻ്റെ ഒക്കെ മണമില്ലേ, പുറത്തേക്കൊന്നും പോകുന്നില്ല, വീടിൻ്റെ അകത്ത് തന്നെ തിങ്ങി നിൽക്കുമല്ലേ. പക്ഷേ എങ്കിൽ ഇന്നലെ രാത്രി അത്ര അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഡോറ് തുറന്നപ്പോൾ തന്നെ എൻ്റെ അമ്മ എന്തൊരു സ്മെല്ലായിരുന്നേ. വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് ഇന്നലെ ഏട്ടൻ കളഞ്ഞതാണ്. പക്ഷേങ്കിൽ അതിലും പൊരിച്ച മീനിൻ്റെയും മീൻ കറീൻ്റെയും ഒക്കെ മണം ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട്. മീനിങ്ങനെ കൂട്ടാണ്ട് ഇപ്പം മീനിങ്ങനെ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഒരു അറപ്പ് തോന്നുന്ന പോലെ. അങ്ങനെ മീൻ കഴിക്കാണ്ട് പക്ഷേ ഞങ്ങൾ നാട്ടിൽ പോയാൽ അമ്മ പറയും, ഞങ്ങൾ പോയാൽ പിന്നെ വീട്ടിൽ ഫുള്ള് മീനാണ്. ഏട്ടൻ്റെ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും മീനിൻ്റെ ഒരു കളിയാണ്. പച്ചക്കറിയൊന്നും പിന്നെ വെക്കാറേ ഇല്ല. അപ്പോൾ അമ്മ പറയും, ഇവിടെ മൊത്തത്തിൽ മീൻ മണക്കുന്നുണ്ട് ഇപ്പം, ഇത്രയും ദിവസം മീനിൻ്റെ ഒന്നും ഒരു സ്മെല്ല് അറിഞ്ഞിട്ടില്ല, ഇവിടെ ഇപ്പം മൊത്തത്തിൽ മീനാണ് എന്ന് പറയും. മീനിൻ്റെ മണം അതേപോലെ ഉണ്ടായിരുന്നു, വീട് മൊത്തത്തിലൊരു മീനിൻ്റെ ഒരു സ്മെല്ല്. ഇത് പോയിട്ടില്ല. ഞാൻ കുന്തിരിക്കവും മറ്റേ ചന്ദനത്തിരി ഇങ്ങനെ സകല സാധനങ്ങളും വെച്ച് പോക്കുകയൊക്കെ ചെയ്തതാണ് ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ പുട്ടും പഴവും ആക്കാൻ വിചാരിച്ചു. പിന്നെ 2 മുട്ടയും വെച്ചിട്ടുണ്ട് ഏട്ടനും നച്ചുനും വേണ്ടിയിട്ട്. പിന്നെ ഇത് ഒത്തിരി ദിവസമായി വാങ്ങി വെച്ചിട്ട് ഈ ഒരു മേത്തി, അപ്പോൾ ഞാൻ വിചാരിച്ചു മേത്തി കറി വയ്ക്കാമെന്ന്. മുരിങ്ങാക്കായും മറ്റേ പരിപ്പും കറി വയ്ക്കുമ്പം അതിൻ്റെ അകത്ത് ഈ ഒരു മേത്തിയും കൂടെ ചേർത്തിട്ടുള്ളൊരു കറി വയ്ക്കാൻ വിചാരിച്ചിട്ട് ഇത് വേഗം നുള്ളിയിടുകയാണ്. വാങ്ങിച്ചിട്ട് കുറേ ദിവസം അതിനെക്കൊണ്ട് തന്നെ ഇതിൻ്റെ തണ്ടിൻ്റെ അങ്ങോട്ടേക്കുള്ള ഇലയൊക്കെ ഇങ്ങനെ ചീഞ്ഞ് പോയിട്ടുണ്ട്. ചീഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സ്മെല്ലാണ്. ഈ ഒരു സ്മെല്ല് വേറെയുണ്ട്. അപ്പോൾ ഞാൻ മുരിങ്ങാക്കായൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുരിങ്ങാക്കായ വാങ്ങിക്കുമ്പോൾ നല്ല മുരിങ്ങാക്കായായിരുന്നു. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് അതിനൊരു വാട്ടമൊക്കെ സംഭവിച്ചൊന്ന് ചുളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഡോറൊന്ന് തുറന്ന് വയ്ക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെയിൽ വന്നപ്പം പിന്നെ തണുപ്പൊന്നും അത്ര അറിയാത്തതിനെ കൊണ്ട് ഡോറൊന്ന് തുറന്ന് വെച്ചിട്ടുണ്ട് ജനലിൻ്റെ ഒക്കെ. അല്ലാണ്ട് ഈ ഒരു സ്മെല്ല് പുറത്തേക്ക് പോകത്തേയില്ല. പിന്നെ ഏട്ടന് പുട്ടും പഴവും കുറച്ച് നെയ്യും പഞ്ചസാരയും പിന്നെ ഒരു മുട്ടയും കൊടുത്തു. അപ്പോൾ ഏട്ടന് അത് മതി, കറിയൊന്നും വേണ്ടാന്ന് പറഞ്ഞതിനെ കൊണ്ട്. പിന്നെ അപ്പുറത്തെ വീട്ടിലുള്ള അവർ വന്നിട്ടുണ്ട് കേട്ടോ. അവരെ വൈഫും വന്നിട്ടുണ്ട്, പിന്നെ അവരെ അനിയത്തീൻ്റെ ഭർത്താവും 2 മക്കളും പിന്നെ ഇവരെ 2 മക്കളും എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. അവിടെ ഇപ്പം ഹൗസ്ഫുള്ളായിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകുന്നതാണ് കേട്ടോ. പിന്നെ ഇനി ചോറ് വയ്ക്കണം, കറി വയ്ക്കണം. പിന്നെ ഞാൻ വേഗത്തിൽ അലക്കിയിടാൻ വിചാരിച്ചു, തിരുമ്പിയിടാൻ വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ അടേപോലെ ട്രെയിനിലൊക്കെ വന്നതിനെ കൊണ്ട് ഒത്തിരി അലക്കാനുണ്ടാവും. പിന്നെ താഴത്തുള്ളവരൊക്കെ ഇപ്പോൾ മുകളിൽ കൊണ്ടുവന്നിട്ടാണ് വിരിച്ചിടുക തുണിയൊക്കെ. പിന്നെ എനിക്ക് ഇടാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ രാവിലെ തന്നെ അലക്കാറിയിട്ട് കഴിഞ്ഞാൽ ഒരു 10-12 മണിയാകുമ്പോഴേക്കും എൻ്റെതൊക്കെ ഉണങ്ങി കിട്ടുമല്ലോ. പിന്നെ അവർ ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കാണ് അലക്കുക. അപ്പോഴത്തേക്കെങ്കിൽ എൻ്റെതൊക്കെ ഇങ്ങെടുത്ത് വരാമല്ലോ. അപ്പോൾ ഞാൻ അരിക്ക് വെള്ളം ഇട്ടിട്ട് വേഗം അലക്കാൻ വേണ്ടിയിട്ട് പോയി. അലക്കി കഴിഞ്ഞപ്പോൾ അരിക്ക് വെള്ളമിട്ട് ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ അലക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അരിയൊക്കെ വേവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് വാർത്ത ശേഷം ഞാൻ അറിയിടാൻ വേണ്ടി പോയിട്ട് പുറത്തേക്ക് പോകുമ്പം അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ഉണ്ട്. പിന്നെ തണുപ്പ് ഭയങ്കരമായിട്ടുള്ള തണുപ്പൊന്നുമില്ല. അപ്പുറത്തേക്കൊന്നും നോക്കിയിട്ടൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനതൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ അത് നച്ചുവിനെ എനിക്ക് കിട്ടത്തേയില്ല. അവരെ മക്കളുടെ പേര് അയുധ ശ്രുനോത്തി എന്നാണ്. അവർ 2 പേരും കണ്ടാൽ പിന്നെ അവർക്ക് വേറെ ആരെയും വേണ്ട. 7 മാസം തൊട്ടിട്ടേ അവരെ കയ്യിൽ തന്നെയായിരുന്നു. അവൾക്ക് 7 മാസമായുള്ളപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വന്നാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ആ ടൈം തൊട്ടിട്ട് അവരെ കയ്യിൽ തന്നെയായിരുന്നു നച്ചുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അവരെ കണ്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ അവൾക്ക് അവരെ കണ്ടപ്പോഴുള്ളൊരു സന്തോഷം അറിയിക്കാൻ പറ്റില്ല, അത്രയും സന്തോഷമായിരുന്നേ. ഇതാണ് അവിടുത്തെ ഭയ്യ, പിന്നെ അവരെ പെങ്ങള് ഭർത്താവറ്റന്. അവർ വന്നപ്പോൾ ഞാൻ വേഗം ബാക്കിയുള്ളത് എടുത്തിട്ട് എൻ്റെ ബാൽക്കണിയിൽ കൊണ്ടുപോയി ആറിയിട്ട്. ഇവിടെ ഞാൻ അങ്ങനെ അധികം വിരിച്ചിടാറില്ല. പ്രാവ് വന്ന് ുകയും ചെയ്യും. പിന്നെ വിരിച്ചിട്ട് എൻ്റെ വെള്ളമൊക്കെ നിലത്ത് തൂവി പിന്നെ എനിക്ക് അത് തുടയ്ക്കാൻ കഴിയില്ലായിട്ട് ഞാൻ അവിടെ അങ്ങനെ വിരിച്ചിടയില്ല.
അപ്പം അലക്കൊക്കെ കഴിഞ്ഞ് എനിക്ക് ബാക്കി കറീൻ്റെ പരിപാടിയൊക്കെ നോക്കണം. ഞാൻ മുരിങ്ങാക്കായ് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പരിപ്പ് എടുത്തിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ അലക്കുന്ന ടൈമിൽ അതും കൂടെ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് ഒരു 2-3 വിസിലടിച്ചാൽ അത് വെന്ത് കിട്ടും. പിന്നെ തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും കൂടി കലക്കിയ കറിയായി. പിന്നെ ഞാൻ വിചാരിച്ചു കായിൻ്റെ കുറേ ദിവസം മുന്നേ പച്ച നേന്ത്രക്കായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ആ ഒരു നേന്ത്രക്കായ കുറേ ദിവസമായി ഫ്രിഡ്ജിൽ കിടക്കുന്നത്. ഞാൻ വിചാരിച്ചു അത് ഉപ്പേരി വയ്ക്കുക. പിന്നെ ഇന്നലത്തെ കഷ്ണം വെള്ളരി ഉണ്ടായിരുന്നു, അത് പച്ചടിയും വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത്രയും സന്തോഷമായാലും ഏട്ടൻ്റെ ചോറാടെ റെഡിയാവും. ഇത് ഞാൻ ഉപ്പേരിക്കുള്ള ഉള്ളി മുറിച്ചിടാണ് കേട്ടോ. ഇനി ഇതും കൂടി ആയാൽ സംഭവം സെറ്റായി. അപ്പുറത്തെ വീട്ടിലെ ദീദിയിൽ ഞാൻ കണ്ടിട്ടില്ല. അവരില്ലേ പിണങ്ങി പോയതായിരുന്നു ഇത്രയും ദിവസം. അവർ തമ്മിൽ എന്തോ ഒരു അടിയായി. പിന്നെ അവർ പിണങ്ങിയിട്ട് അവരെ വീട്ടിൽ പോയത് ഇത്രയും ദിവസം. ഞാൻ അവരെ ഡെയിലി വിളിക്കുമായിരുന്നു, ഇങ്ങോട്ടേക്ക് വാ വാ വാ, സാരമില്ല നിങ്ങൾ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കിവിടെ ഞാൻ മാത്രം അങ്ങനെ ഏറ്റവും മുകളിലുള്ളത്. പിന്നെ ഹേമയും സൗന്ദര്യമൊക്കെ കുറച്ചും കൂടി അപ്പുറത്തേക്കുള്ള ക്വാർട്ടേഴ്സിലാണ്. ഇവിടുന്ന് ഞാൻ ഇറങ്ങിയിട്ട് ചുറ്റിയിട്ട് വേണം അവരുടെ അടുത്തേക്ക് പോകാൻ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയില്ല. പിന്നെ താഴെ നമ്മൾ ഗാർഡനിൽ പോകുമ്പോഴൊക്കെയാണ് അവരെ കാണുക. ഇവരാണ് എനിക്ക് എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാവുക. എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഞാൻ നച്ചു ചെറുതായിരുന്ന സമയത്തൊക്കെ നച്ചുവിന് ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ ഇവളങ്ങ് തൊണ്ടയിലൊക്കെ കെട്ടിപ്പോകുന്ന സമയത്ത് ഞാൻ നച്ചുവിനെ എടുത്തിട്ട് വേറെ അടുത്തേക്കാണ് ഓടെ. ഭയങ്കര നല്ലോണം നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സഹായമൊക്കെ ചെയ്യുന്ന ഒരാളും കൂടിയായിരുന്നേ. ഇവരെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ മദ്യപിക്കും. അപ്പം അതിന് തമ്മിൽ എന്തോ അടി കൂടിയിട്ട് പോയതാണ്. അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി. അവർക്കിങ്ങനെ മദ്യപിക്കൊക്കെ ചെയ്തിട്ട്. അതേപോലെ മൂപ്പരിങ്ങനെ റമ്മി, അതേപോലെ മറ്റേ വേറൊരു കളിയും കൂടെ ഉണ്ടായിരുന്നല്ലോ, റമ്മിയും എന്തൊക്കെയോ റമ്മി പോലെ എന്തൊക്കെയൊക്കെയോ ഓൺലൈനായിട്ട് എന്തൊക്കെയോ ഗെയിമൊക്കെ കളിച്ചിട്ട് ഒത്തിരി പൈസയൊക്കെ ഇങ്ങനെ കളയുന്നുണ്ട്. അതിനൊക്കെ അവർക്ക് ദേഷ്യം പിടിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അടിയായപ്പോൾ അവർ പിണങ്ങിപ്പോയി. ഇപ്പം എല്ലാം കൂടെ അവർ തിരിച്ചു വന്ന്. ഇനിയിപ്പോൾ അവർക്ക് എന്തായാലും പോസ്റ്റിങ് കൺഫേം ആയതാണ്. കാരണം അവർ ഇവിടെ 4 വർഷം കഴിഞ്ഞ് ഇനി അവർക്ക് ഹോം സോണിലേക്ക് എന്തായാലും മാറും. അവർക്ക് ഓപ്ഷനൊക്കെ ചൂസ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നേ, ചൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അവരെ മുംബൈയിൽ, അവരെ മഹാരാഷ്ട്രയിൽ അവരെ വീട്, പക്ഷേങ്കിൽ അവർ മുംബൈയിൽ കുറേ സ്ഥലങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു കൊടുത്തത്. അങ്ങനെ അപ്പോൾ അവർ വന്നതിനെ കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവിടെ കുറേ ആളുള്ള പോലെയാണ്. മറ്റെങ്കിൽ ഏറ്റവും മുകളിൽ ഏട്ടൻ പൊലച്ച ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ടൈമിൽ ഏറ്റവും മുകളിൽ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാവും. അങ്ങനെ ഞാൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് കറിക്ക് വറുത്ത് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് ചെറിയുള്ളിയും പിന്നെ മറ്റേ വറ്റൽമുളകും കൂടെ ഇട്ടിട്ടാണ് വറവ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ കറീൻ്റെ അകത്ത് ഇലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ വേത്തി നമ്മൾ മുരിങ്ങേൻ്റെ ഇല കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ നല്ല രസമുണ്ടാവും. പിന്നെ അതിൽ ചെറിയൊരു കഷ്ണം തക്കാളി ഇടണമായിരുന്നു. എൻ്റെ അടുത്ത് മറന്നുപോയി തക്കാളി ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ തക്കാളി ഇട്ടിട്ടില്ല. ഇനിയിപ്പം വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ബസ് 12 മണിക്കേ പോവുള്ളൂ. അതുകൊണ്ട് ചോറൊക്കെ എനിക്ക് ലേറ്റായിട്ട് ആക്കിയാൽ മതി. ബൈക്ക് തിരക്ക് പിടിച്ചാക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നച്ചുവിന് രാവിലെ ചായ കൊടുത്ത് പിന്നെ ഒരു 10, 12, 11, 10:30 ആകുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ചോറും കറിയും ആക്കി വയ്ക്കുന്നതാണ്. ഇല്ലെങ്കിൽ അവളെ വിളിച്ചായിട്ട് ഇനി അവൾ വരത്തുമില്ല. ഇനി അവളെ വയ്യത്താനെ ഞാൻ ഓടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വേഗം ചോറും കറി ആക്കിയിട്ട് അവക്കെന്തെങ്കിലും കൊടുക്കാൻ വിചാരിച്ചു. ചോളമൊക്കെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ചോളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചോളമൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അത് കൊടുക്കണം. പിന്നെ 4-ാം തീയതി ഏട്ടൻ ലീവാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വേണ്ടിയിട്ട് പോവും. ഇവിടെ ഏത് സ്ഥലത്തായിരുന്നു അത്? സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒരിക്കലും പോയിട്ടുണ്ടായിരുന്നു. അന്ന് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ പാവഗഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട് ഇവിടെ, പാവഗഡ്. അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റോപ്പ് കാറിലൊക്കെ കയറിയിട്ട് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കറിയില്ലായിരുന്നേ. ഞങ്ങൾ വിചാരിച്ചു 1500 സ്റ്റെപ്പുള്ള ഒരു മഹാകാളി ടെമ്പിളാണത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പോയ ടൈമിൽ ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു 1500 സ്റ്റെപ്പൊക്കെ കയറിയിട്ട് പോകണമെന്ന്. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്ക് ഈസി ആയിട്ട് കയറി പോവാം. സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്പാന്നൊക്കെയുള്ള വിചാരമായിരുന്നു എനിക്ക്. ഏട്ടൻ പറഞ്ഞു നടുക്കത്തേ ഇല്ല, നമുക്കങ്ങനെ കയറിപ്പോകാൻ പറ്റുമൊന്നുമില്ല, ഇനി മിണ്ടാണ്ടിരിക്കുക. അപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു റോപ്പ് കാറിൻ്റെ അറിഞ്ഞത്. ഒരാൾക്ക് 150 രൂപയാണ്. അങ്ങനെ 2 പേരതും കൂടെ 300 രൂപയും കൊടുത്തിട്ട് ഞങ്ങൾ ആ റോപ്പ് കാർ വഴി മുകളിലേക്ക് പോയി കേട്ടോ.
പക്ഷേ ഞങ്ങൾ അറിയില്ലായിരുന്നു തിരിച്ചും ആ ഒരു 300 രൂപയ്ക്ക് നമുക്ക് തിരിച്ചു വരുമ്പോൾ അതിൽ തന്നെ കയറാമെന്ന് ഞങ്ങൾ അറിയില്ലായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പകുതി ഒരു 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 കാൽഭാഗം സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അമ്പലത്തിൽ പോയി തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ നാട്ടിലെ പോലെ കുറിയൊന്നും കിട്ടും, പ്രസാദം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടൂലല്ലോ. ജസ്റ്റ് പിന്നെ എനിക്കറിയില്ല വേറെ എന്തൊക്കെയോ പരിപാടി ഉള്ളതൊന്നും നമുക്കറിയില്ല. ചിലവർ എന്തൊക്കെയോ കവറിൻ്റെ അകത്തൊക്കെ പൂവും പിന്നെ ചുവപ്പ് കളർ പട്ടും എന്തൊക്കെയൊക്കെയോ കൊടുക്കുന്നുണ്ട്. പിന്നെ പശുവിനൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സ്റ്റെപ്പ് കയറി ചിലവർ പോകുന്നത് കഴുതേൻ്റെ പുറത്താണ്. കഴുതേൻ്റെ പുറത്ത് ഇരുന്നിട്ട് അതിനെ കൊണ്ട് സ്റ്റെപ്പ് കയറിയിട്ടാണ് പോകുന്നത്. അയ്യോ, എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. പക്ഷേ എങ്കിൽ ഞങ്ങൾ ഈ ഒരു ജില്ല പോയിട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പം കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത്, ആരോ ഏട്ടൻ ചോദിച്ചു നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇതേ പൈസ തന്നെ കൊടുക്കണമെന്ന്. അപ്പോൾ ഒരു പറഞ്ഞു വേണ്ട, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മാത്രം കൊടുത്താൽ മതി, തിരിച്ചു പോകുമ്പോൾ കൊടുക്കണ്ടെന്ന്. അപ്പം ഞങ്ങൾ വേഗം തിരിഞ്ഞു പോയിട്ട് അതിലാദ്യമേ കയറി. ഞങ്ങൾ ഏട്ടൻ്റെ ബൈക്കിന് പോയതായിരുന്നു കേട്ടോ. ഇവിടുന്ന് 2 മണിക്കൂറുണ്ട് ഈ ഒരു പാവഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അവിടുന്ന് കുറച്ചും കൂടെ പോയാലാണ് ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അപ്പോൾ ഞങ്ങൾ അന്ന് സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ രാവിലെ ഒരു 10:30 ആകുമ്പോഴത്തേക്ക് പോയി. എന്നിട്ട് തൊഴുത് അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പം ഓരോരോ സ്ഥലത്ത് നിർത്തി വന്നതായിരുന്നേ. മഞ്ഞും ഇങ്ങനെ തണുപ്പൊന്നും ഇല്ലാത്തൊരു ടൈമിലായിരുന്നു കഴിഞ്ഞൊരു വർഷം ഞങ്ങൾ പോയത്. ഇനിയിപ്പം ഈ ഒരു 4-ാം തീയതി ആയിട്ട് ലീവാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ പോവാൻ പറഞ്ഞിട്ടുണ്ട്. 4-ാം തീയതി ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയാണ്. അങ്ങനെ ഞാൻ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. തൈരും അതേപോലെ പച്ചക്കറിയും ഉപ്പേരിയും അച്ചാറും ഒക്കെയുണ്ട്. ഇനിയിപ്പം ഇത് കൊണ്ടുകൊടുക്കാൻ പോകണം. നേരത്തെ എന്നെക്കൊണ്ട് എന്തായാലും ബസ്സൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പം കഴിഞ്ഞ ദിവസമൊന്നുമുള്ള സെക്യൂരിറ്റി അല്ലായിരുന്നു എന്ന്, പുതിയൊരു സെക്യൂരിറ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഞാൻ ചെന്ന് നോക്കിയപ്പം ഒരാൾ ചോറ് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് വെച്ചിട്ട് അങ്ങ് പോന്നിട്ടില്ല. ഈ ഗാർഡനിൽ പോയി. അന്നേക്ക് ഗാർഡനിൽ പോകണമല്ലേ, അവൾക്ക് പുറത്ത് പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കേണ്ടി വരും. ഞാൻ വിചാരിച്ചു ഗാർഡനിൽ കുറച്ച് സമയം ഇരിക്കുക, അവൾക്ക് ഊഞ്ഞാലാടുകയും ചെയ്യുക. പിന്നെ സ്ലൈഡൊക്കെ ഉണ്ട്, അതിന്മേലൊക്കെ അങ്ങ് ഇരുന്ന് കളിച്ചോളും. അപ്പം ഞാൻ കുറച്ച് സമയം ആ ഒരു ഗാർഡനിൽ ഇരുന്ന്. ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറീൻ്റെ ദിവസം തന്നെയാണ് എൻ്റെ ഫ്രണ്ട് പല്ലവീൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഏട്ടൻ പറഞ്ഞ പല്ലവീൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയും അതേപോലെ അവരുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എല്ലാവരെയും വിളിച്ചിട്ട് പുറത്തുനിന്നാണ് ട്രീറ്റ് ഉണ്ടാവുക. പുറത്ത് ഏതെങ്കിലും ഒരു വലിയ ഹോട്ടലിലൊക്കെ പോയിട്ട് എല്ലാവർക്കും ഫുഡും പിന്നെ അവിടെ നിന്ന് തന്നെ കേക്ക് മുറിക്കാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്തായാലും ഇപ്പം നമുക്ക് ബർത്ത്ഡേക്ക് പോകേണ്ടി വരും, അതുകൊണ്ട് നമുക്ക് അതും ഈ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെ ഒരുമിച്ചാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാവരും മുമ്പ് പോയിട്ട് അത് കേക്ക് മുറിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടായിട്ട് നമുക്ക് ബർത്ത്ഡേക്ക് പോവാം, പക്ഷേങ്കിൽ ഒരുമിച്ച് അങ്ങനെ അതൊന്നും വേണ്ടായിട്ട് നമ്മൾ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഗ്യാസ് ഒന്ന് തുടച്ച് അടുക്കളയൊക്കെ വൃത്തിയാക്കാൻ വിചാരിച്ചു. അതും കൂടെ എനിക്ക് പണിയുള്ളൂ. പിന്നെ ഒന്ന് തുടയ്ക്കാൻ ഗോങ്കൊലയൊക്കെ ഒന്ന് തുടച്ചിടാണ്ട്. പിന്നെ അവളൊന്ന് ഉറക്കണം. ഇന്നലെ ഞാൻ ആട്ട നൂഡിൽസ് വാങ്ങിയത് കൊണ്ട് ഒരാട്ടേൻ്റെ അത് വേണമ്മ എന്ന് പറയുന്നുണ്ട്. അതൊന്നും ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ തിന്ന് കഴിയുമ്പോഴേക്ക് പിന്നെ അവൾക്ക് ഉറങ്ങാനുള്ള സമയമായി. അവൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തുടയ്ക്കണം. പിന്നെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. പിന്നെ തുണിയൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ മടക്കിയൊക്കെ വെക്കണം. കഴിഞ്ഞ ദിവസത്തെ തുണിയൊക്കെ ഉണ്ട് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഏട്ടന്ന് രാവിലെ പോകുമ്പോൾ ഞാൻ ചീത്തയും വരച്ചിട്ടാണ് പോയത്. ഇങ്ങനെ അലക്കിയതൊക്കെ ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവച്ചാൽ അത് ചുരുണ്ട് തന്നെ കിടക്കും. പിന്നെ നമ്മൾ ഇസ്തിരി ഇടേണ്ടി വരും. ഇസ്തിരി ഇട്ടാലും അത് നേരെ ആകത്തില്ല. അലക്കി കഴിഞ്ഞാൽ അത് ശരിക്കും മടക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നല്ല പുതിയ കുപ്പായം പോലെ ഉണ്ടാവും. അതുകൊണ്ട് എന്തായാലും ഇനി മടക്കിയിട്ട് വെക്കണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അരിലൊക്കെ എടുത്തുകൊണ്ടൊന്ന് മടക്കി വെക്കണം. ഇവിടെ ഉള്ളത് മടക്കി വെക്കണം. അന്നിപ്പോൾ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസവും കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇന്ന് രാവിലെ തന്നെ അമ്മ ഉണ്ട് വിളിച്ചു പറയുന്നത്. എൻ്റെ അമ്മയാണെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടി മരിച്ചിട്ടുണ്ട്. തൂങ്ങി മരിച്ചത്. എന്തിനാണെന്നൊന്നും അറിയില്ല. 21 വയസ്സേ ഉള്ളൂ. PSCൻ്റെ ക്ലാസ്സിനെറ്റാൻ പോവുകയാണ്. എന്തിനാ മരിച്ചതെന്നൊന്നും അറിയില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോയിട്ടാണ്. എന്തിനാ മരിച്ചതെന്നും അറിയത്തില്ല. 21 വയസ്സേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ അതാ ഞാൻ ഈ ഒരു നൂഡിൽസ് അവൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് തിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് സമയം അവളെ കൂടി ഇരുന്ന് കളിച്ച് ഞാൻ വാതിലടച്ച് വെച്ചത്. ഇല്ലെങ്കിൽ അവിടെ ചെറിയൊരു കുഞ്ഞും കൂടെ ഉണ്ട്. 3 മാസം പ്രായമായിട്ടുള്ള ഒരു പെങ്ങളെ മോള് വന്നിട്ടുണ്ട്. പെങ്ങളെ കുഞ്ഞുണ്ട് 3 മാസം പ്രായമായിട്ടുള്ള. ഇവളെ പറ്റാൻ പോയിട്ട് എന്തെങ്കിലും എടുത്തടിക്കറ്റാൻ ചെയ്താലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഇവളെ ഇങ്ങ് വിളിച്ചതാണ്. എൻ്റെ ഫ്രണ്ട് സൗന്ദര്യൻ്റെ
ചെറിയ മോളെ നുള്ളിയൊക്കെ പറിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ. അതാണ് എനിക്ക് ചെറിയൊരു പേടി. അത്രയും ചെറിയ കുഞ്ഞനാ, ഇച്ചിരിയേ ഉള്ളൂ. അതിനിട്ട് എന്തെടുത്ത് അടിക്കറ്റാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പം ഞാൻ വേഗം ഇങ്ങോട്ടും വിളിച്ചതാണ്. അപ്പം കുറച്ച് സമയം വെള്ളോടി കളിച്ച് കഴിഞ്ഞാൽ പിന്നെ വിളങ്ങ് ഉറങ്ങുമല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മാഗി ഇവിടെ കുറച്ച് വെള്ളം അധികമായി പോയിട്ടോ. ഇന്നത്തെ പച്ചടിയിലും വെള്ളം അധികമായി പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാഗീൻ്റെ സംഭവം വെച്ചാലും വെള്ളം അധികമായി പോയിട്ടുണ്ടായിരുന്നേ. ഞാനത് അധികം കൊടുക്കുകയില്ല, എനിക്ക് പേടി അത് കൊടുക്കാൻ. ഞാൻ മാഗി അതേപോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സംഭവങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പേടിയാണ്. പക്ഷേങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് തിന്നേ മതി. അവൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കടയിൽ പോയപ്പം അവിടെ മുന്നിൽ തന്നെ ഇതിങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വലിയ കരച്ചിലായി. കുറേ ആളുള്ള സ്ഥലത്തുനിന്ന് ഇവൾ കരയുമ്പോൾ എനിക്ക് കുറവാവും. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിക്കൊടുത്ത ഞാൻ ഈ ഒരു കൂജയിലുള്ള വെള്ളമില്ലേ, ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഫ്രിഡ്ജത്തിനെക്കാട്ടും നല്ല തണുപ്പാണ്. ഈ ഒരു മണ്ണിൻ്റെ ഒരു ചുവയൊക്കെ വരും. അത് ഞാൻ വെള്ളം കുടിക്കാൻ എടുത്ത, അപ്പോൾ അവൾക്കും വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്കും കൂടി കൊടുത്ത്. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറി ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ തുടച്ച് വൃത്തിയാക്കിനെ കൊണ്ട് അതിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു. പാട്ട് പാടിക്കേ, ഒരു പാട്ട് പാടിക്കേ. ഒരു പാട്ട് പാട്. ബട്ടർഫ്ലൈൻ്റെ പാട്ട് പാട്. ജോണി പാട്. പിന്നെ അറ്റനാട്ടുണ്ടായി പാട്. ചോറ്